ഹലോ ഓൾ, ഇന്ന് നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റായ എൻ അംബ്രല്ല ഫോർ ഓൾ എന്ന പാഠഭാഗമാണ്. സോ വെൽക്കം ബാക്ക്. നമ്മുടെ ആദ്യത്തെ പിക്ചറിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരെ കാണാം അല്ലേ? ഹു ആർ ദേ? ആരൊക്കെയാണത്? റാബിറ്റ്, ആൻഡ്, ഫ്രോഗ്, ബട്ടർഫ്ലൈ, റാറ്റ് ആൻഡ് എ സ്പാരോ അല്ലേ? ഇത്രയും കൂട്ടുകാരെ നമുക്ക് ആദ്യത്തെ പിക്ചറിൽ കാണാം. എവിടെയാണ് ആ ഫ്രോഗ് ഇരിക്കുന്നത്? എവിടെയാ? ഒരു മഷ്റൂമിൽ. മഷ്റൂം എന്ന് വെച്ചാൽ എന്താണ്? കൂൺ അല്ലേ? സോ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ നോക്കിയേ, എൻ അംബ്രല്ല ഫോർ ഓൾ, എല്ലാവർക്കും ഒരു കുട. അത് ഏത് കുടയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ? ലെറ്റ്സ് റീഡ്. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. I am all wet. Where shall I find shelter? The ant looked around. ഒരു കുഞ്ഞു ആൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഉറുമ്പ് അല്ലേ? ആ ഉറുമ്പ് ഭക്ഷണം തിരഞ്ഞു നടക്കുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഐ ആം ഓൾ വെറ്റ്. അപ്പോൾ ഈ ഉറുമ്പ് പറയാണ്, ഞാൻ വെറ്റായി, ഞാൻ ആകെ നനഞ്ഞു. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ? ഞാൻ എവിടെയാണ് ഒരു ഷെൽട്ടർ തരിക? ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം, ആശ്രയം, താമസ സ്ഥലം എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അപ്പോൾ ഈ ഉറുമ്പ് പറയുകയാണ്, ഞാൻ എവിടെയാണ് ഒരു ഷെൽട്ടർ തരിക? ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ഈ ഉറുമ്പ് ചുറ്റുപാടും നോക്കി. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ? എവിടെ നിന്നായിരിക്കും ഈ ഉറുമ്പിന് ഒരു ഷെൽട്ടർ, ഒരു അഭയം ലഭിക്കുക? ലിസൺ ടു യുവർ ടീച്ചർ. ദ ജെന്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ് ഫാർ അവേ. ഹി സോ സംതിങ്. ദ ജെന്റിൽ റെയിൻ ടേൺ ഇൻ ടു എ ഹെവി ഷവർ. അതുവരെ പതുക്കെ പെയ്തിരുന്ന മഴ പെട്ടെന്ന് വലിയ മഴയായി പെയ്യാൻ തുടങ്ങി. ഇവിടെ ഹെവി ഷവർ എന്ന് പറയുന്നത് നല്ല കനത്ത മഴയായി പെയ്യാൻ തുടങ്ങി എന്നാണ്. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. അപ്പോൾ പതുക്കെ നടന്നിരുന്ന ഉറുമ്പ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കാൻ തുടങ്ങി. ഫാർ അവേ ഹീ സോ സംതിങ്. അങ്ങ് ദൂരെ ഉറുമ്പ് എന്തോ ഒന്ന് കണ്ടു. വാട്ട് ഡിഡ് ദ ആൻഡ് സീ? എന്തായിരിക്കും നമ്മുടെ ഉറുമ്പ് കണ്ടിട്ടുണ്ടാവുക? Let's read. The ant saw a tiny mushroom. He ran towards the mushroom. It was red in color. There were yellow spots on it. I shall make it an umbrella. The ant sat under it. The ant saw a tiny mushroom. ഉറുമ്പ് ഒരു കുഞ്ഞൻ മഷ്റൂമിനെ, ഒരു കുഞ്ഞൻ കൂണിനെ കാണുകയാണ്. He ran towards the mushroom. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? ആ ഒരു മഷ്റൂമിൻ്റെ ദിശയിലേക്ക് ഓടുകയാണ്. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. മഷ്റൂമിൻ്റെ നിറം എന്തായിരുന്നു? റെഡായിരുന്നു അല്ലേ? നല്ല ചുവപ്പ് നിറമായിരുന്നു. ദർ വെർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. ആ ഒരു മഷ്റൂമിൻ്റെ മുകളിൽ, ആ കൂണിൻ്റെ മുകളിൽ നല്ല മഞ്ഞ നിറമുള്ള പുള്ളികൾ ഉണ്ടായിരുന്നു. ഐ ഷാൾ മേക്ക് ഇറ്റ് എൻ അംബ്രല്ല. ഞാനിതിനെ ഒരു കുടയാക്കും. ആരാ അങ്ങനെ പറഞ്ഞത്? ആൻഡ് അല്ലേ? ഞാൻ ഇതിനെ ഒരു കുടയാക്കുമെന്ന് നമ്മുടെ ഉറുമ്പ് പറയാണ്. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. നേരെ ആ ഉറുമ്പ് എന്ത് ചെയ്യാണ്? നമ്മുടെ കൂണിൻ്റെ താഴെ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുകയാണ്. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദ ആൻഡ്. വൈ? മഷ്റൂം ആൻറ്റിനൊരു കുടയായിട്ടിരിക്കുമോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നോക്കാം അല്ലേ? ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ കം ഡൗൺ ഹെവിലി. The ant sat under the mushroom, looking at the rain. He saw a butterfly. Her wings were wet. The butterfly come near the mushroom. മഴ നല്ല ശക്തമായിട്ട് ഹെവിലി ആയിട്ട് പെയ്യാണ്. നമ്മുടെ ആൻഡ് മഷ്റൂമിൻ്റെ താഴെ ഇരുന്ന് മഴയെ നോക്കുകയാണ്. ഹീ സോ എ ബട്ടർഫ്ലൈ. ആ സമയത്ത് ആൻഡ് ഒരു ബട്ടർഫ്ലൈയെ കണ്ടു. ആ പൂമ്പാറ്റയുടെ, ആ ബട്ടർഫ്ലൈയുടെ ചിറകുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു, വെറ്റായിരുന്നു. ദ ബട്ടർഫ്ലൈ കം നിയർ ദ മഷ്റൂം. അങ്ങനെ ആ ഒരു പൂമ്പാറ്റ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. വിൽ ദ ആൻഡ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ? ഉറുമ്പ് ബട്ടർഫ്ലൈനെ അകത്തേക്ക് കയറ്റുമോ? ലെറ്റ്സ് റീഡ്. എ ബട്ടർഫ്ലൈ സ്ലോലി കം നിയർ ദ മഷ്റൂം. ഐ എം സോ വെറ്റ്, ഐ കാൺട്ട് ഫ്ലൈ. പ്ലീസ് ലെറ്റ് മീ ഇൻ. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ? ദർ ഇസ് നോ സ്പേസ് ഫോർ യു, സെഡ് ദ ആൻഡ്. പ്ലീസ്, I shall sit close to you, the butterfly said. Okay, the ant agreed. The butterfly got in. അങ്ങനെ ഒരു പൂമ്പാറ്റ പതുക്കെ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. സ്ലോലി, പതുക്കെ എന്നാണ് അർത്ഥം.
ഐ എം സോ വെറ്റ്, ഞാൻ നനഞ്ഞിരിക്കുകയാണ്. ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല, എന്നെ കൂടെ അകത്തേക്ക് കയറ്റുമോ ചോദിക്കുകയാണ്. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ, ഞാൻ എങ്ങനെയാണ് നിന്നതിൻ്റെ അകത്തേക്ക് കയറ്റുക? ഇവിടെ സ്പേസ് ഇല്ല, ഇവിടെ സ്ഥലമല്ല നിന്നതിൻ്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ആരാ പറഞ്ഞത്? നമ്മുടെ ഉറുമ്പ്. അപ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ ചോദിക്കുകയാണ്, പ്ലീസ് ഞാൻ നിൻ്റെ അടുത്തിരുന്നോളാം. ഐ ഷാൾ സിറ്റ് ക്ലോസ് ടു യു. ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്, നിന്നോട് ചേർന്ന് ഞാൻ ഇരുന്നോളാം എന്ന് പറയുകയാണ്. ഓക്കെ, ദ ആൻഡ് അഗ്രീഡ്, ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അങ്ങനെ ഉറുമ്പ് സമ്മതം അറിയിക്കുകയാണ്. നീയും കൂടെ എൻ്റെ കൂടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സമ്മതം അറിയിക്കുകയാണ്. അങ്ങനെ ബട്ടർഫ്ലൈ കൂടെ ഈ ഒരു മഷ്റൂമിൻ്റെ താഴെ ഇരിക്കുകയാണ്. ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം? ബട്ടർഫ്ലൈക്ക് മഷ്റൂമിൻ്റെ താഴെ ഇരിക്കാൻ പറ്റുമോ? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? രണ്ടുപേർക്കുള്ള സ്ഥലം അവിടെ ഉണ്ടാവും. ലിസൺ ടു യുവർ ടീച്ചർ. ദ ആൻഡ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. ദേ വാച്ച്ഡ് ദ റെയിൻ. സഡൻലി സംബഡി റാൻ ഇൻ. അങ്ങനെ ആൻഡ് നമ്മുടെ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്യുകയാണ്, മാറിക്കൊടുക്കുകയാണ്. ശേഷം അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ദേ വാച്ച്ഡ് ദ റെയിൻ. അവർ രണ്ടുപേരും മഴയെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി, പെട്ടെന്ന്, സംബഡി റാൻ ഇൻ, ആരോ ഒന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നു. ഹൂ വിൽ ബി ദാറ്റ്? ആരായിരിക്കും അത്? സ്ക്വീക്ക്, സ്ക്വീക്ക്, സ്ക്വീക്ക്. എ മൗസ് കം ദർ റണ്ണിങ്. ഫ്രണ്ട്സ്, let me in. I am wet all over. How can we let you in? There is no room here. The butterfly said. Please give me some space, the mouse cried. The ant and the butterfly sat closer. The mouse also got in. ആരാ അങ്ങോട്ട് ഓടി വന്നത്? ഒരു എലിയാണല്ലേ. അങ്ങനെ എലി വന്നിട്ട് ബട്ടർഫ്ലൈൻ്റെ അടുത്തും ആൻറ്റിൻ്റെ അടുത്തും പറയാണ്, ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഐ ആം വെറ്റ് ഓൾ ഓവർ. കൂട്ടുകാരെ, എന്നെ കൂടി അകത്തേക്കൊന്ന് കയറ്റുമോ? ഞാൻ ആകെ നനഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ബട്ടർഫ്ലൈ പറയുകയാണ്, എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് കയറ്റുക? ദർ ഈസ് നോ റൂം ഹിയർ. ഇവിടെ റൂം എന്ന് പറയുന്നത് സ്പേസാണ്, സ്ഥലമാണ്. ഇവിടെ സ്ഥലമില്ലല്ലോ നിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ എലി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്ലീസ് ഗിവ് മീ സം സ്പേസ്, എനിക്ക് കുറച്ച് സ്ഥലം തരൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈയും ആൻറ്റും അടുത്തിരിക്കുകയാണ്. സാറ്റ് ക്ലോസർ, ഭയങ്കര അടുത്തിരിക്കുകയാണ്. അതിനുശേഷം മൗസ് എവിടേക്ക് വന്നു? നമ്മുടെ കൂണിൻ്റെ അടിയിലേക്ക് വന്നു അല്ലേ? അവനും സ്പേസ് കിട്ടി. വിൽ ദ റെയിൻ സ്റ്റോപ്പ്? ക്യാൻ ദേ ഗോ ഹോം? മഴ നിൽക്കുമോ? അവർക്കെല്ലാവർക്കും വീട്ടിലേക്ക് പോകാനും പറ്റുമോ? ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വെൻറ്റ് ഓൺ ഈവൻ ഹാർഡർ. സം ടൈം എ ലിറ്റിൽ സ്പാരോ വാക്ക്ഡ് ടുവാർഡ്സ് ദ മഷ്റൂം ക്രൈയിങ്. She could not fly. Raindrops were dripping from her wings. മഴ എങ്ങനെ നല്ല കഠിനമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലിറ്റിൽ സ്പാരോ, ഒരു ചെറിയ കുരുവി മഷ്റൂമിൻ്റെ ദിശയിലേക്ക് നടന്നു വരികയാണ്. ക്രൈയിങ്, കരയുന്നുണ്ട്. ഷീ കുഡ് നോട്ട് ഫ്ലൈ, അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. അവളുടെ ചിറകിൽ നിന്നും മഴത്തുള്ളികൾ തുള്ളിയായി വീഴുന്നുമുണ്ട്. വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ? അവർ സ്പാരോനെ അകത്തേക്ക് കയറ്റുമോ? ലെറ്റ്സ് റീഡ്. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ് ടു ദ മഷ്റൂം. ഐ എം സോ ടയർഡ്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ദ സ്പാരോ ക്രൈഡ് എലൗഡ്. ബട്ട് ദർ ഇസ് നോ റൂം ഹിയർ. ദ മൗസ് സെഡ്. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. ദ സ്പാരോ പ്ലീഡഡ്. They moved over and there was space enough for the sparrow too. ഇവിടെ ഹോപ്പ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചാടി നടക്കുക എന്നുള്ളതാണ്. കുരുവികളൊക്കെ ചാടി നടക്കുന്നത് കാണാറില്ലേ? അത് തന്നെ. അങ്ങനെ നമ്മുടെ ലിറ്റിൽ സ്പാരോ മഷ്റൂമിൻ്റെ അടുത്തേക്ക് ചാടി ചാടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഐ എം സോ ടയേർഡ്, ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. കരഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ മൗസ് പറയുകയാണ്, ബട്ട് ദർ ഇസ് നോ റൂം ഹിയർ. പക്ഷെ നിനക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. എങ്ങനെയാണ് നീ ഇവിടെ ഇരിക്കുക പിന്നെ? അപ്പോൾ നമ്മുടെ സ്പാരോ പ്ലീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുക, യാചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ സ്പാരോ പറയാണ്, പ്ലീസ് കുറച്ചൊന്ന് മാറി തന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കുറച്ച് മൂവ് ചെയ്തു. അങ്ങനെ നമ്മുടെ കുരുവിക്ക് ഇരിക്കാനുള്ള സ്പേസ് കൂടെ കിട്ടി. ലിസൺ ടു യുവർ ടീച്ചർ. The ant, the butterfly, the mouse
and the sparrow sat under the mushroom. Suddenly, they heard a loud cry. They saw a rabbit rushing towards them. His eyes were filled with fear. His soft fur had patches of mud. ആൻറ്റും ബട്ടർഫ്ലൈയും മൗസും സ്പാരോയും ഒക്കെ നമ്മുടെ മഷ്റൂമിൻ്റെ താഴെ അങ്ങനെ ഇരിക്കുകയാണ്. സഡൻലി ദ ഹേർഡ് എ ലൗഡ് ക്രൈ. പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ്? ഒരു ഉറക്കെയുള്ള നിലവിളി കേൾക്കുകയാണ്. നോക്കിയപ്പോൾ അതൊരു റാബിറ്റായിരുന്നു. റാബിറ്റ് അവരുടെ നേരെ വേഗത്തിൽ ഓടി വരികയാണ്. റഷിങ് ടുവാർഡ്സ് ദം. ഹിസ് ഐസ് വേർ ഫിൽഡ് വിത്ത് ഫിയർ. അവൻ്റെ കണ്ണുകളിൽ നല്ല ഭയം. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, പേടി എന്നൊക്കെയാണ് അർത്ഥം. അവൻ്റെ കണ്ണുകളിൽ നല്ല ഭയമുണ്ടായിരുന്നു. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. ഈ ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൃഗങ്ങളുടെ രോമം എന്നാണ്. ആ രോമം നിറയെ എന്തായിരുന്നു? മഡ്, ചെളി പറ്റിയിട്ടുണ്ടായിരുന്നു. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? എന്തുകൊണ്ടായിരിക്കും റാബിറ്റ് കരഞ്ഞിട്ടുണ്ടാവുക? ലെറ്റ്സ് റീഡ്. എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. സേവ് മീ പ്ലീസ്, he cried. Oh, hide me. A fox is chasing me. The rabbit was shivering with fear. Poor rabbit, said the butterfly. Let's move a little more and take him in, said the ant. അങ്ങനെ റാബിറ്റ് മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സേവ് മീ പ്ലീസ്, എന്നെ രക്ഷിക്കൂ, എന്നെ ഹൈഡ് ചെയ്യൂ. ഹൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക എന്നുള്ളതാണ്. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ഒരു കുറുക്കൻ, ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ, കുറുക്കൻ എന്നെ ചേസ് ചെയ്യുന്നുണ്ട്, എന്നെ പിന്തുടരുന്നുണ്ട്. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. ഈ റാബിറ്റ് പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അപ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പൂർ റാബിറ്റ്, അയ്യോ പാവം മുയൽ. സെഡ് ദ ബട്ടർഫ്ലൈ. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ, സെഡ് ദ ആൻറ്റ്. അങ്ങനെ ആൻറ്റ് പറയാണ്, നമുക്ക് കുറച്ചുകൂടി ഒന്ന് മൂവ് ചെയ്യാം, മാറിക്കൊടുക്കാം. അങ്ങനെ മുയലിനെ കൂടെ നമ്മളുടെ അടുത്തേക്ക് ഇരുത്താമെന്ന് പറയുകയാണ്. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? കുറുക്കനെ റാബിറ്റിനെ കണ്ടെത്തുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? എങ്ങനെയാണ് അവർ റാബിറ്റിനെ ഒളിപ്പിക്കുക, ഹൈഡ് ചെയ്യുക? ലിസൺ ടു യുവർ ടീച്ചർ. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഹാവ് യു സീൻ എ റാബിറ്റ്? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. റാബിറ്റിൻ്റെ പിറകെ കൂടിയിട്ടുള്ള ഫോക്സ് അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു റാബിറ്റിനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ടോ പറഞ്ഞതിന് ശേഷം ചുറ്റുപാടും, ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റുപാടും നോക്കുകയാണ്. ലെറ്റ്സ് റീഡ്. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. There is a smell of a rabbit around. Is he hiding here? അങ്ങനെ ഒരു കുറുക്കൻ അങ്ങോട്ട് ഓടി വരികയാണ്. ഈ കുറുക്കൻ്റെ ചെവിക്കൊരു പ്രത്യേകതയുണ്ട്. അത് നല്ല നീളമുള്ളതും കൂർത്തതുമായിരിക്കും. അങ്ങനെ ഈ കുറുക്കൻ എന്ത് ചെയ്യാണ്? അവൻ്റെ ചെവി ഇങ്ങനെ ഉയർത്തി നോക്കുകയാണ്. റേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചുറ്റുപാടും നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഒരു മുയലിൻ്റെ, ഒരു റാബിറ്റിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? അവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ? യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക്ഡ് ദ മൗസ്. ദർ ഇസ് നോ സ്പേസ് ഹിയർ, ക്യാൻ യു സീ? ആസ്ക്ഡ് ദ ആൻറ്റ്. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. മൗസ് ചോദിക്കുകയാണ്, യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? എങ്ങനെയാണ് ഒരു റാബിറ്റിന് മഷ്റൂമിൻ്റെ താഴെ ഒളിക്കാൻ പറ്റുക? യു സില്ലി, നിനക്ക് ബുദ്ധിയില്ലേ? ദർ ഇസ് നോ സ്പേസ് ഹിയർ, ക്യാൻ യു സീ? അപ്പോൾ ഉറുമ്പ് എന്താ ചോദിക്കുന്നത്? ഇവിടെ അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല, നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. അങ്ങനെ കുറുക്കൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ മൂക്കൊന്ന് ഉയർത്തുകയാണ്. ഫ്ലിക്ഡ് ഹിസ് ടെയിൽ, അതിൻ്റെ വാലൊന്ന് ആട്ടിയിട്ട് റാൻ ഓഫ്, ഓടിപ്പോവാണ്. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? ശരിക്ക് കുറുക്കൻ അവർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവുമോ? വിൽ ഹി കെയിം ബാക്ക്? തിരിച്ചു വരും അവന്? ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വാസ് ഓവർ. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. എവ്രി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്.
ദേ ബിക്കം ഫ്രണ്ട്സ്. അങ്ങനെ മഴയൊക്കെ നിന്നു, സൂര്യപ്രകാശം പുറത്തേക്ക് കാണാൻ തുടങ്ങി. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങൾ. അങ്ങനെ സൺ ലുക്ക് ഇറ്റ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. കുറച്ചും കൂടെ കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണ് സൂര്യൻ മേഘങ്ങളുടെ പുറകിൽ നിന്നും നോക്കി എന്നുള്ളത്. കാരണം എന്താണ് അവിടെ പറയുന്നത്? സൂര്യപ്രകാശം പരക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എവരി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാവരും മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. എങ്ങനെയാണ് വന്നത്? വിത്ത് ജോയ്, സന്തോഷത്തോടു കൂടിയാണ് വന്നത്. ദേ ബിക്കം ഫ്രണ്ട്സ്. അവരങ്ങനെ നല്ല കൂട്ടുകാരാവുകയും ചെയ്തു. വാട്ട് വിൽ ദേ ഡു നൗ? അവരിനി എന്തായിരിക്കും ചെയ്യുക? ലെറ്റ്സ് റീഡ്. ദ ആൻറ്റ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. അറ്റ് ഫസ്റ്റ് there was space just for myself, and then all of us could sit under the mushroom. How was this possible? The ant was really confused. Kuhaha, kuhaha. Somebody laughed loudly behind them. ഉറുമ്പ് തൻ്റെ ഫ്രണ്ട്സിനേക്കൊന്ന് നോക്കി. The ant looked at his friends. At first there was space just for myself. ആദ്യ സമയത്ത് ഇതിന് താഴെ ഇരിക്കാൻ എനിക്ക് മാത്രമേ സ്ഥലമുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഓൾ ഓഫ് us കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. അതിനുശേഷം ഞങ്ങൾക്കെല്ലാവർക്കും ഈ മഷ്റൂമിൻ്റെ താഴെ ഇരിക്കാൻ പറ്റി. ഹൗ വാസ് ദിസ് പോസിബിൾ? ഇതെങ്ങനെ സാധ്യമായി? പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമാകുക. ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. അങ്ങനെ ഉറുമ്പിന് നല്ല കൺഫ്യൂഷനായി. ഓക്കെ, പെട്ടെന്നാണ് ആരോ എന്ന് ചിരിക്കുന്ന ശബ്ദം കേട്ടത്. ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. പുറകിൽ നിന്നും ആരോ ചിരിക്കുന്നുണ്ടായിരുന്നു. ഹൂ വാസ് ലാഫിങ് ലൗഡ്? ആരായിരിക്കും ഉറക്കെ ചിരിച്ചത്? ലെറ്റ്സ് റീഡ്. ദേ സോ എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. കുഹാഹ, laughed the frog, shaking his head at them. Do you know what happens to a mushroom during rain? And he hopped away still laughing. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് ഒരു തവളയെ കാണുകയാണ്. എങ്ങനെയാണ് തവളയുള്ളത്? എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച പച്ച തവളയെ കാണുകയാണ്. അതെവിടെയാണ് ഇരിക്കുന്നത്? സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. മഷ്റൂമിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കുഹാഹ. എന്നിട്ടോ ഷേക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. അവരെ നോക്കിയിട്ട് തല ഇളക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം ഡ്യൂറിങ് റെയിൻ? മഴയുടെ സമയത്ത് ഒരു മഷ്റൂമിന് എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? ആൻഡ് ഹീ ഹോപ്പ്ഡ് എവേ സ്റ്റിൽ ലാഫിങ്. അത് പറഞ്ഞുകൊണ്ട് അവനെ അവിടുന്ന് ചാടി പോവാണ്. ഹോപ്പ്ഡ്, ചാടി പോവാണ്. അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. വൈ വാസ് ദ ഫ്രോഗ് ലാഫിങ്? എന്തിനായിരിക്കും അവൻ അങ്ങനെ ചിരിക്കുന്നത്? ലെറ്റ്സ് റീഡ്. ദ ആൻറ്റ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. Then they looked at the mushroom and suddenly they noticed something. The mushroom has grown up. അങ്ങനെ ഉറുമ്പും പൂമ്പാറ്റയും എലിയും കുരുവിയും റാബിറ്റും ഒക്കെ പരസ്പരം നോക്കുകയാണ്. ശേഷം അവരെന്ത് ചെയ്യാണ്? മഷ്റൂമിനെയും കൂടെ നോക്കുകയാണ്. ആൻഡ് സഡൻലി ദേ നോട്ടീസ്ഡ് സംതിങ്. പെട്ടെന്ന് അവർ എന്തോ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. മഷ്റൂം വലുതായിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? ഈ നല്ല മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള കാലാവസ്ഥയാണ് മഷ്റൂമിന് ഏറ്റവും അനുയോജ്യം. ആ സമയത്ത് ഈ മഷ്റൂം വലുതാവും. അതാർക്കറിയാം? നമ്മുടെ തവളയ്ക്കറിയാം. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? പൊട്ടിച്ചിരിച്ചത്. പക്ഷെ ഈ അറിവ് മറ്റുള്ള ആളുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇതിൻ്റെ വലുപ്പം കണ്ട് ഞെട്ടിയത്, അല്ലേ? അങ്ങനെ പാഠഭാഗം അവിടെ അവസാനിക്കുകയാണ്. ശേഷം നമുക്കൊരു പോമ വരുന്നുണ്ട്, ബന്നീസ് അംബർല. ഈ ബന്നി എന്ന് പറയുന്നത് റാബിറ്റാണ്, മുയലിൻ്റെ കുടയാണല്ലേ. സെയിം നമ്മുടെ മഷ്റൂം തന്നെയാണ് ഇവിടെ കുടയായിട്ട് വരുന്നത്. റെയിൻ ഡ്രോപ്സ് falling from the sky, a mushroom standing tall and dry. The bunny hops and
heights below, safe from rain and wind that blows. Thank you, mushroom, big and wide. You are a perfect spot to hide. With a hope, the bunny has gone, dry and happy, moving on. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ട്. ഫോളിങ് എന്ന് പറഞ്ഞാൽ വീഴുക. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. മഷ്റൂം എങ്ങനെയാണ്? നല്ല ഉയരത്തിൽ, ടോൾ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഉയരമുള്ളത് കൊണ്ട് തന്നെ ആ മഷ്റൂമിൻ്റെ ചുറ്റുമുള്ള ഭാഗം എങ്ങനെയാണ്? ഡ്രൈ ആണ്. കാരണം അവിടെ ഈ മഷ്റൂം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വെള്ളമൊന്നും വീഴുന്നില്ല. സോ അവിടെ ഡ്രൈ ആണ്. ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ഈ റാബിറ്റ് എന്ത് ചെയ്യുകയാണ്? അങ്ങോട്ടേക്ക് ചാടി വരികയാണ്. എന്നിട്ട് നേരെ അതിൻ്റെ താഴെ നിൽക്കുകയാണ്. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. മഴയിൽ നിന്നും അതുപോലെ തന്നെ വീശുന്ന കാറ്റിൽ നിന്നൊക്കെ ഹൈഡായിട്ടാണ് ഇതിൻ്റെ താഴെ നിൽക്കുന്നത്. താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്. മഷ്റൂമിനോട് നന്ദി പറയുകയാണ്. മഷ്റൂം എങ്ങനെയാണുള്ളത്? വലുതുമാണ് വിശാലവുമാണ്. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, വൈഡ് എന്ന് പറഞ്ഞാൽ വിശാലം. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. നീ ഒളിക്കാൻ പറ്റിയ നല്ലൊരു ഇടം തന്നെയാണ്. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ, ഡ്രൈ ആൻഡ് ഹാപ്പി, മൂവിങ് ഓൺ. അങ്ങനെ നന്ദി പറഞ്ഞ് റാബിറ്റ് അവിടെ നിന്ന് ചാടി പോവുകയാണ്. നനഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഈ മഷ്റൂമിൻ്റെ താഴെ അത്രയും വൈഡാണ്, വിശാലമാണ്. അതുകൊണ്ട് തന്നെ മഴയത്തൊന്നും നനയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഹാപ്പിയോടുകൂടി റാബിറ്റ് അവിടെ നിന്ന് ചാടി പോവുകയാണ്. സോ ലാസ്റ്റ് നമുക്കൊരു ആക്ടിവിറ്റി കൂടെ വരുന്നുണ്ട്. ഓരോ പിക്ചറിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ചൂസ് ചെയ്തിട്ട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബോക്സിൽ ഇത് തന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.